بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ശർഹുൽ ഉസൂൽ സലാസയുടെ 15ാമത്തെ ക്ലാസ്സാണ് ഇത്. അല്ലാഹു തആല ഏറ്റവും ഭംഗിയായി ഈ ഗ്രന്ഥം വിശദീകരിച്ച് പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഉസൂൽ സലാസ എന്ന 3 അടിസ്ഥാന കാര്യങ്ങൾ, നമ്മുടെ അഖീദവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട 3 അടിസ്ഥാന കാര്യങ്ങളാവുന്നു നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന കാര്യങ്ങൾ. ഏതാണവ? 1, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ റബ്ബിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് അറിയുക. 2, മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, തെളിവ് സഹിതം ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുക. അൽ അസ്ലു സാലിസ്, അതാണ് ഇപ്പോൾ നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഅരിഫത്തു അൽ അബ്ദി നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെക്കുറിച്ച് അറിയുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചതാണ് അൽ അസ്ലു സാലിസ് പഠിക്കാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനായ ഖാത്തമുൻ നബിയീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബിനെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നസബ് എന്ന് പറയുമ്പോൾ നബിയുടെ പരമ്പര, കുടുംബ പരമ്പര, അഥവാ നബിയുടെ പിതാക്കന്മാർ, പിതാമഹന്മാർ. നാം പഠിച്ചു, പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയ നബിയുടെ നസബ് അദ്നാൻ എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജദ് പിതാൻ മഹൻ വരെയുള്ള നസബാണ് സ്ഥിരപ്പെട്ടത്. അദ്നാൻ മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതിനുശേഷം ആദം നബി അലൈഹിസ്സലാം വരെയുള്ള നസബ് അത് പൂർണ്ണമായും സ്ഥിരപ്പെട്ടതല്ല എന്നാണ് ചരിത്ര പണ്ഡിതന്മാരുടെ വീക്ഷണം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അദ്നാൻ വരെയുള്ള മുഹമ്മദ് നബിയുടെ നസബ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നി അബ്ദുൽ മുത്തലിബ് ഇബ്നി ഹാഷിം ഇബ്നി അബ്ദി ബനാഫ് ഇബ്നി ഖുസൈ ഇബ്നി കിലാബ് ഇബ്നി മുറ ഇബ്നി കഅബ് ഇബ്നി ലുഐ
ഇബ്നി ഗാലിബ്, ഇബ്നി ഫിഹ്ർ, ഇബ്നി മാലിക്, ഇബ്നി നദർ, ഇബ്നി കിനാനത്ത്, ഇബ്നി ഖുസൈമത്ത്, ഇബ്നി മുദ്രിക്കത്ത്, ഇബ്നി ഇലിയാസ്, ഇബ്നി നിസാർ, ഇബ്നി മഅദ്, ഇബ്നി അദ്നാൻ. അപ്പോൾ ഈ അദ്നാൻ വരെയുള്ള നസബ് അത് മുത്തഫഖുൻ അലൈഹി ബൈന ഉലമാഇ താരീഖ്. അതിന് ശേഷമുള്ള നസബിലാണ് എന്തുള്ളത്? തർക്കമുള്ളത്. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള ആണ്. അബ്ദുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനത്തിൽ മക്കളിൽ ഏറ്റവും ചെറിയ മകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ശേഷമാണോ അബ്ദുള്ള എന്ന പിതാവ് മരണപ്പെട്ടത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പാണോ? വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണങ്ങളുണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാൽ നബിക്ക് 7 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആര് മരിച്ചു? ഉമ്മ ആമിന മരണപ്പെട്ടു. അതിനുശേഷം ആരാണ് നബിയുടെ കാര്യം, നബിയെ വളർത്താനും പരിപാലിക്കാനും ചുമതലയേറ്റെടുത്തത്? അബ്ദുൽ മുത്തലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ജദ്ദായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. അതിനുശേഷം നാം പഠിച്ച പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ നസബ് പലപ്പോഴും നമ്മൾ നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച്, പരമ്പരകളെക്കുറിച്ച്, പ്രത്യേകിച്ച് അറബികളൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമ്മുടെ ഏറ്റവും നാം സ്നേഹിക്കേണ്ട മുഹമ്മദ് നബിയുടെ നസബിനെ കുറിച്ച് ഒന്ന് നാം പഠിച്ചിരിക്കണം. ഏറ്റവും കുറഞ്ഞത് അദ്നാൻ വരെയുള്ള നസബെങ്കിലും നാം ഒന്ന് ആവർത്തിച്ച് വായിച്ച് അത് പഠിക്കേണ്ടതാണ്. ഇനി ഷെയ്ഖ് അതിൻ്റെ ശേഷം തുടരുകയാണ്. ഷെയ്ഖിൻ്റെ ഇബാറത്ത് പെട്ടെന്ന് വായിക്കാം. അൽ ഉസൂലു സലാസയിലെ 3-ാമത്തെ അസ്ലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലഹു മിനൽ ഉമുരി 63 സന. നബിയുടെ വയസ്സ് എത്രയാണ്? 63 വയസ്സ്. അത് 63-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. മിൻഹ 40 ഖബ്ല നുബുവ. നുബുവത്തിന് മുമ്പ് എത്ര വയസ്സ്? 40 വയസ്സ്. 40 വയസ്സിലാണ് നബിയായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയത്. വ 23 ഫി നുബുവ. പ്രവാചകനായി എത്ര വർഷം ജീവിച്ചു? 23 വർഷം. നുബ്ബി ബി ഇഖ്റ. ഇഖ്റ അവതരിച്ചപ്പോൾ നബിയായി. വ ഉർസില ബിൽ മുദ്ദസ്സിർ. സൂറത്തുൽ മുദ്ദസ്സിർ അവതരിച്ചപ്പോൾ റസൂലായി. വ ബലദുഹു മക്ക. നബിയുടെ ബലദ് നാട് എവിടെയാണ്? മക്കയാണ്. ബഅസഹു അല്ലാഹു ബിൻ നദാറതി അനി ശിർക്ക് വ ബിദ്ദഅവതി ഇല തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു നിയോഗിച്ചത് ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകാനും താക്കീത് നൽകാനും തൗഹീദിലേക്ക് ക്ഷണിക്കുവാനും പ്രബോധനം ചെയ്യുവാനും വേണ്ടിയാണ്. ദലീലു ഖൗലുഹു തആല. അതിന് തെളിവ്. ഇതൊക്കെ ഷെയ്ഖിൻ്റെ ഇബാറത്ത് വായിച്ചിട്ട് നമുക്ക് വിശദീകരണ ഷർഹിലേക്ക് കടക്കാം. ദലീലു ഖൗലുഹു തആല. അതിനുള്ള തെളിവെന്താവുന്നു? യാ അയ്യുഹൽ മുദ്ദസ്സിർ. എന്താ അർത്ഥം? ഓ പുതച്ച് മൂടിയവനെ. ഖും ഫഅൻസിർ. താങ്കൾ എഴുന്നേൽക്കുക, താങ്കൾ താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക. ഖും എഴുന്നേൽക്കുക. ഫഅൻസിർ എന്ന് പറഞ്ഞാലോ മുന്നറിയിപ്പ് നൽകുക. വറബ്ബക ഫകബ്ബിർ. താങ്കളുടെ നാഥനെ, റബ്ബിനെ താങ്കൾ മഹത്വപ്പെടുത്തുക. വറബ്ബക ഫകബ്ബിർ. വസിയാബക ഫതഹിർ. താങ്കളുടെ വസ്ത്രങ്ങൾ താങ്കൾ ശുദ്ധീകരിക്കുക. ഇൻഷാ അല്ലാഹ് തഫ്സീറൊക്കെ വായിക്കും ഇൻഷാ അല്ലാഹ്. വറുജ്സ ഫഹ്ജുർ. താങ്കൾ റുജ്സ് അഥവാ വിഗ്രഹങ്ങൾ താങ്കൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തിന്മയെ വർജിക്കുക. വലാ തംനുൻ തസ്തക്ഫിർ. വലാ തംനുൻ തസ്തക്ഫിർ. താങ്കൾക്ക് കൂടുതലായി ലഭിക്കുവാൻ വേണ്ടി, നൽകപ്പെടുവാൻ വേണ്ടി താങ്കൾ ധർമ്മം ചെയ്യരുത്. വലിറബ്ബിക ഫസ്ബിർ. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി താങ്കൾ ക്ഷമിക്കുക, ക്ഷമ കൈകൊള്ളുക. ഇത് ശരിക്ക് ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും.
വമഅന ഖും ഫഅൻദിർ, ഷെയ്ഖ് പറയാണ് ഖും ഫഅൻദിർ എന്ന ആയത്തിൻ്റെ അർത്ഥം യുൻദിറു അനി ശിർക്കി വയദ്ഉ ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുക, വയദ്ഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിക്കുക, വറബ്ബക ഫകബ്ബിർ ഐ അസ്സിംഹു ബിത്തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് തൗഹീദ് മുഖേന അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രങ്ങൾ ശുദ്ധീകരിക്കുക, ഐ തഹിർ അഅമാലക മിനശ്ശിർക്ക്, അതായത് താങ്കളുടെ പ്രവർത്തനങ്ങൾ ഷിർക്കിൽ നിന്ന് മോചിതമാക്കുക, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുക ഷിർക്കിൽ നിന്ന്. വറുജ്സ ഫഹ്ജുർ, അർറുജ്സു അൽ അസ്നാം, റുജ്സ് എന്ന് പറയുന്നത് അർത്ഥം വിഗ്രഹങ്ങൾ. വഹജ്റുഹ, അതിനെ വർജിക്കുക ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ തർക്കുഹ ഉപേക്ഷിക്കുക, വൽ ബറാഅത്തു മിൻഹ വ അഹ്ലിഹ, അതായത് വിഗ്രഹങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളുടെ ആൾക്കാരിൽ നിന്നും നാം ബറാഅത്ത് പ്രഖ്യാപിക്കുക, വിമുക്തി പ്രഖ്യാപിക്കുക. അഖദ അലാ ഹാദാ 10 സിനീൻ യദ്ഉ ഇല തൗഹീദ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷക്കാലം തൗഹീദിലേക്ക് ക്ഷണിച്ചു, അതായത് മക്ക കാലഘട്ടത്തിൽ ആദ്യം. വബഅദൽ 10, ഷെയ്ഖ് പറയുന്നു 10 വർഷങ്ങൾക്ക് ശേഷം ഉറിജ ബിഹി ഇല സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് മിഅ്റാജ് പോയി. മിഅ്റാജ് രാത്രി സംഭവിച്ചു. ഷെയ്ഖ് പറയുന്നു 10 വർഷം ദഅവത്ത് നടത്തിയതിന് ശേഷമാണെന്ന്. വഫുറിദത് അലൈഹി സ്വലവാത്തുൽ ഖംസ്, അങ്ങനെ ആ രാത്രിയിലാണ് 5 നമസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെട്ടത്. വസല്ല ഫി മക്കത 3 സിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 3 വർഷം നമസ്കരിച്ചു. അപ്പോൾ 10 വർഷം ദഅവത്ത് നടത്തി തൗഹീദിലേക്ക്. അങ്ങനെ 10 വർഷ ശേഷം മിഅ്റാജ് പോയി, 5 നമസ്കാരങ്ങൾ ഫർദാക്കപ്പെട്ടു. അപ്പോൾ എത്ര വർഷം മക്കയിലുണ്ടായിരുന്നു? 13 വർഷം. ആ 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നമസ്കരിച്ചു. മക്കയിൽ 5 നമസ്കാരങ്ങൾ 3 വർഷം നമസ്കരിച്ചു. ഇൻഷാല്ലാഹ് വിശദീകരിക്കും. വബഅദഹാ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന, അതിനുശേഷം വബഅദഹാ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന, അതായത് 13 വർഷക്കാലം ശേഷം 10 വർഷം പിന്നെ 3 നമസ്കാരം 5 നമസ്കാരം നമസ്കരിച്ച ഈ 3 വർഷം എത്രയായി? 13. അതിന് ശേഷം മദീനയിലേക്ക് പലായനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. വൽ ഹിജ്റതു, എന്താണ് ഹിജ്റ? ഷെയ്ഖ് പറയുന്നു അലിൻതിഖാലു മിൻ ബലദി ശിർക്ക് ഇലാ ബലദിൽ ഇസ്ലാം, അതായത് ഷിർക്കിൻ്റെ നാടിൽ നിന്ന് മുസ്ലിം നാടിലേക്ക്, ഇസ്ലാമിൻ്റെ നാട്ടിലേക്ക്, രാഷ്ട്രത്തിലേക്ക് പലായനം ചെയ്യലാണ് ഏത് ഹിജ്റ എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതാണ് ഷെയ്ഖ് ഈ വിഷയത്തിൽ പറഞ്ഞത്. ഇൻഷാല്ലാഹ് അതിൻ്റെ ഷർഹിലേക്ക് നാം പ്രവേശിക്കും. വലഹു മിനൽ ഉമുരി 63 സന, അപ്പോൾ ഷെയ്ഖ് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 63 വയസ്സുണ്ടായിരുന്നു. ഇത് ശരിക്കും സ്ഥിരപ്പെട്ട ആസാറുകളിൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഖാല ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി 40 സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅ്തത്തുണ്ടായത്, നിയോഗിക്കപ്പെട്ടത്, പ്രവാചകനായത് എത്രാമത്തെ വയസ്സിലാണ്? 40ാമത്തെ വയസ്സിൽ. ലി 40 സന ഫമകുസ ബിമക്കത 13 സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം തങ്ങിയെന്ന്, അതായത് പ്രവാചകനായി ആയതിനു ശേഷം. മനസ്സിലായില്ലേ? ഇവിടെ ഫമക്കഥ രണ്ടും വായിക്കാം, രണ്ടും സഹീഹായ ഖിറാഅത്തുകളാണ്. യൂഹ ഇലൈഹി, അപ്പോൾ ഇങ്ങനെ വഹി അവതരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി ഇറങ്ങിക്കൊണ്ടിരുന്നു. മക്കയിൽ 13 വർഷക്കാലം ദഅവത്ത് നടത്തി. സുമ്മ ഉമിറ ബിൽ ഹിജ്റ, അതിന് ശേഷമാണ് ഹിജ്റ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്. ഇതാരുടെ ഉദ്ധരണിയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരമാണിത്. ഫഹാജറ 10 സിനീൻ, അങ്ങനെ ഹിജ്റ ചെയ്തു, മദീനയിൽ 10 വർഷം ജീവിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാത വഹുവ ഇബ്നു 63, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം മരണപ്പെട്ടു 63ാമത്തെ വയസ്സിൽ. ഇത് മുത്തഫഖൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അസറാകുന്നു. ഇത് അസർ എന്ന് പറഞ്ഞാൽ സഹാബിയുടെ
അല്ലെങ്കിൽ താബിഈയുടെ ഉദ്ധരണികൾക്കാണ് എന്ത് പറയുക? ആസാർ. അതിൻ്റെ ഏകവചനം അസർ. എന്നാൽ ഹദീസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉദ്ദേശിക്കുക എന്താണ്? മർഫൂ ആയ ഹദീസാകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനം. ഇനി സഹാബിയുടെ വചനത്തെക്കുറിച്ച് നാം ഹദീസ് എന്ന് പറയുമ്പോൾ അത് ഹദീസുൻ മൗഖൂഫ് എന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഹദീസുൻ മഖ്തൂഅ്, അതായത് താബിഈയുടെ വചനം. ശൈഖ് പറയുന്നു നുബ്ബിഅ ബി ഇഖ്റ, ഇഖ്റ കൊണ്ട് നബിയായി. വ ഉർസില ബിൽ മുദ്ദസ്സിർ, സൂറത്തുൽ മുദ്ദസ്സിർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി? റസൂലായി. വബലദുഹു മക്ക, നബിയുടെ നാട് മക്കയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇറങ്ങിയ സൂറത്ത്, നബി പ്രവാചകനാകണമെങ്കിൽ ഖുർആൻ ഇറങ്ങി, വഹി ഇറങ്ങി. ആദ്യം വഹിയായി അള്ളാഹുവിൻ്റെ വചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ അലഖാണ്. അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങുന്ന 5 ആയത്തുകളാകുന്നു ആദ്യമായി നബിക്ക് അവതരിച്ചത്. ഇതാണ് ജുംഹൂറിൻ്റെ വീക്ഷണം, അതായത് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം. ജാബിർ റളിയല്ലാഹു അൻഹുവിനൊരു വീക്ഷണമുണ്ട്. എന്താണ്? ആദ്യമായി അവ്വലു ഷൈഇൻ നസല മിനൽ ഖുർആനി യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ആകുന്നു ആദ്യമായി നബിക്ക് ഇറങ്ങിയ ഖുർആനിക വചനങ്ങൾ. ഇത് ജാബിർ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയുടെ അഭിപ്രായമാകുന്നു. എന്നാൽ പ്രബലമായ അഭിപ്രായം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പോലുള്ള സഹാബിമാർ, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്താണ്? സൂറത്തുൽ അലഖാണെന്ന്. അത് സഹീഹായ ഹദീസുകളിലൂടെ വ്യക്തമാണ്. മാത്രമല്ല ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ബൈന അന അംഷി ഇദ് സമീഅതു സൗതൻ മിനസ് സമാ, അതായത് വഹി ഇറങ്ങി അതിനുശേഷം അല്പകാലം വഹി നിന്നു. അതിനാണ് അറബിയിൽ എന്ന് പറയുക ഫത്രത്തുൽ വഹി. എന്താണ് ഫത്രത്തുൽ വഹി? എന്നിട്ട് അതിന് ശേഷം ദിവസം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, ബൈന അന അംഷി, ഞാൻ ഒരു ദിവസം നടക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു ശബ്ദം കേട്ടു, ആകാശത്തേക്ക് നോക്കി. ഫഇദൽ മലക്കുല്ലദീ ജാഅനി ബിഹിറാ, ഹിറായിൽ എൻ്റെ അടുക്കലേക്ക് വന്ന ആ മലക്ക് ജാലിസുൻ അലാ കുർസിയിൻ ബൈന അസ്സമാഇ വൽ അർദ്, അതായത് ഒരു കുർസിൻ്റെ മേലെ ഇരിക്കുകയാണ് ആകാശവും ഭൂമിക്കും ഇടയിൽ നിന്ന്. അപ്പോൾ ആ മലക്കിൻ്റെ ആ മഹത്വമാണ് നാം ഇതിലൂടെ പഠിക്കുന്നത്. ഏതായാലും ഇതെന്ത് മനസ്സിലായി? ഹിറായിൽ എൻ്റെ അടുക്കിലേക്ക് വന്ന ആ മലക്ക്. അപ്പോൾ എന്തായ അർത്ഥം? അതിന് മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹു ആ ഹദീസിൻ്റെ തെളിവാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുദ്ദസ്സിർ ഇറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ അലഖ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണം എന്താണ്? ഈ ഹദീസിൻ്റെ പൂർത്തീകരണം. അതിൻ്റെ പൂർത്തീകരണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ മൂടി പുതക്കൂ, എനിക്ക് പുതപ്പ് തരൂ. അങ്ങനെയാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ സൂറത്ത് മുദ്ദസ്സിർ ഇറങ്ങുന്നതിന് മുമ്പ് ഹിറായിൽ നബിയുടെ അടുക്കലേക്ക് സൂറത്തുൽ അലഖ് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട് എന്ന് തെളിവായത്. മനസ്സിലായില്ലേ? ഇമാം നവവിയും ഇബ്നു കസീറും പോലുള്ള പണ്ഡിതന്മാരൊക്കെ എങ്ങനെയാണ് ഈ 2 റിവായത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നാണ് പറയുന്നത്. അവർ പറയുന്നു, അതായത് ജാബിർ റളിയല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്? അതായത് ഇടയ്ക്ക് വെച്ച് വഹി നിന്നുപോയല്ലോ. അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നീ സൂറത്തുൽ അലഖ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് കാലം വഹി നിന്നുപോയി. ചില പണ്ഡിതന്മാർ പറയുന്നു അത് 1 വർഷമാണ്, 3 വർഷമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അതിന് ശേഷമാണത്രേ സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങിയത്. ഈ ഗ്യാപ്പിനാണ് ഫത്രത്തുൽ വഹി എന്ന് പറയുക. അപ്പോൾ ഫത്രത്തുൽ വഹിന് ശേഷം, വഹി നിന്നതിന് ശേഷം ആദ്യമായി നബിക്ക് ഇറങ്ങിയ സൂറത്ത് ഏതാണ്? അൽ മുദ്ദസ്സിർ. അതാണത്രേ ജാബിറിൻ്റെ ഉദ്ദേശം എന്ന് ഇമാം ഇബ്നു കസീർ, ഇമാം നവവിയൊക്കെ
ഈ രണ്ട് റിവായത്തുകൾ ജംഉ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഫത്രത്തുൽ വഹ്യിന് ശേഷം ആദ്യമായി നബിക്ക് ഇറങ്ങിയ സൂറത്തുൽ മുദ്ദസ്സിർ. എന്നാൽ നിരുപാധികമായി നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നബിക്ക് ഇറങ്ങിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ അലഖ് ആകുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതപ്പ് കൊണ്ട് മൂടി പുതച്ചവനെ, ഖും ഫഅൻദിർ, താങ്കൾ എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുമെന്ന് പറയുമ്പോൾ ആർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് പറയുന്നത്? സത്യനിഷേധികളോട്, കുഫാറുകളോട്, ബഹുദൈവ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന് പറയുമ്പോൾ അവിടെ എന്തായി മാറി? അവിടെയാണ് പണ്ഡിത് ഷെയ്ഖ് പറഞ്ഞ ഈ അഭിപ്രായത്തിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് നബി എന്ന് പറഞ്ഞാൽ വഹി നൽകപ്പെട്ട പ്രവാചകനാകുന്നു. എന്നാൽ അവിശ്വാസികളിലേക്ക് പ്രബോധനം ചെയ്യാനോ ദഅവത്ത് നടത്താനോ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കൽപ്പിക്കപ്പെട്ട ഖും ഫഅൻദിർ ഇറങ്ങിയതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി. മനസ്സിലായല്ലോ? അതാണ് നുബ്ബി ബി ഇഖ്റ വ ഉർസില ബിൽ മുദ്ദസ്സിർ എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കാനുള്ള കാരണം. ശേഷം വായിക്കാം. ബഅസഹുല്ലാഹു ബിന്നദാറതി അനിശ് ശിർകി വബിദ്ദഅവതി ഇല തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നബിയെ നിയോഗിച്ചത് ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് കൊടുക്കുവാനും തൗഹീദിലേക്ക് ക്ഷണിക്കുവാനും. അതിനുള്ള തെളിവാണ് ഷെയ്ഖ് സൂറത്തുൽ മുദ്ദസ്സിർ ആയി ഇവിടെ ഉദ്ധരിച്ചത് ആയത്തുകളൊക്കെ. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഖും ഫഅൻദിർ എന്ന ഈ ആയത്തിൻ തഫ്സീറിൽ പറയുന്നുണ്ട് വബിഹാദാ ഹസലൽ ഇർസാലു കമാ ഹസല ബിൽ അവ്വലിൻ നുബുവ്വ. അതായത് ഈ ആയത്ത് കൊണ്ട് നബിക്ക് എന്ത് ഉണ്ടായി? ഇർസാലും ഉണ്ടായി. ഈ നബിയെ അള്ളാഹു റസൂലായി തിരഞ്ഞെടുത്തു. കമാ ഹസല ബിൽ അവ്വലിൻ നുബുവ്വ, സൂറത്തുൽ അലഖ് കൊണ്ട് മുഹമ്മദ് നബി വസല്ലം നബിയായി. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അൽ മുദ്ദസ്സിർ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. തദസ്സറ എന്ന് പറഞ്ഞാൽ പുതപ്പ് കൊണ്ട് മൂടി പുതക്കുക. അതിൻ്റെ യഥാർത്ഥ പദം അൽ മുദ്ദസ്സിറിൻ്റെ യഥാർത്ഥ പദം എങ്ങനെയാണ്? അറബി ഭാഷാ പ്രകാരം അൽ മുദ്ദസ്സിർ, അതിൻ്റെ യഥാർത്ഥ രൂപം അൽ മുതദസ്സിർ എന്നായിരുന്നു. അൽ മുതദസ്സിർ. കാരണം ഇതിൻ്റെ ക്രിയ തദസ്സറ എന്ന് പറഞ്ഞാണ്. തദസ്സറ. പിന്നെ എങ്ങനെയാണ് അൽ മുതദസ്സിർ മുദ്ദസ്സിറായി മാറിയത്? ദായിലേക്ക് ഇദ്ഗാം ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അൽ മുതദസ്സിർ അൽ മുദ്ദസ്സിറായി മാറിയത്. കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലി തജാനുസിഹിമ, അതായത് താഉം ദാലും ഒരേ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. താഉം ദാലും. അങ്ങനെയാണ് ദായിലേക്ക് ചേർത്തി അതിനെ ലയിപ്പിച്ചത്. അങ്ങനെ എന്തായി മാറി? അൽ മുദ്ദസ്സിർ ആയി മാറി. അതേപോലെ അൽ മുസമ്മിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇതേ മുദ്ദസ്സിറിൻ്റെ അതേ അർത്ഥം തന്നെയാണ് മുസമ്മിലിനും. അതും അൽ മുതസമ്മിൽ എന്നാണ്. താഇൽ ഇദ്ഗാം ചെയ്യപ്പെട്ടതാകുന്നു. ഖും ഫഅൻദിർ, ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. വറബ്ബക ഫകബ്ബിർ, ഇവിടെ തക്ബീർ അള്ളാഹുവിനെ വലുതാക്കുക അല്ലെങ്കിൽ തക്ബീർ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. ഷെയ്ഖ് പറയുന്നു ബി തൗഹീദ്, തൗഹീദ് കൊണ്ട്. വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രങ്ങൾ താങ്കൾ ശുദ്ധീകരിക്കുക. എന്താ ഈ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീർ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് 8ഓളം തഫ്സീറുകൾ, അഭിപ്രായങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് ചുരുക്കം പറയുകയാണെങ്കിൽ, ഞാൻ 8 അഭിപ്രായങ്ങളും പറയേണ്ട ഒരു സാഹചര്യമല്ല ഇത്, കാരണം ഉസൂലു സലാസയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം പറയുകയാണെങ്കിൽ ഈ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശം
ബാഹ്യമായ വസ്ത്രമാണോ, ബാഹ്യമായ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മുടെ അമലാണോ, ഇതൊക്കെ അഭിപ്രായങ്ങളാണ്. അതായത് വസിയാബക ഫതഹിർ, ഇവിടെ ഷെയ്ഖ് തിരഞ്ഞെടുത്ത അഭിപ്രായം എന്താണ്? താങ്കളുടെ പ്രവർത്തനങ്ങൾ താങ്കൾ ശുദ്ധീകരിക്കുക. മനസ്സിലായില്ലേ? അപ്പം സിയാബ് കൊണ്ട് എന്താ ഉദ്ദേശം? അമല്. ഒരഭിപ്രായം എന്താണ്? സ്വഭാവം നന്നാക്കുക, ഖുലുഖ്. വേറെ അഭിപ്രായം ശരീരം ശുദ്ധീകരിക്കുക. അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് വഹാബ് റഹ്മഹുല്ലാ തിരഞ്ഞെടുത്ത അഭിപ്രായം എന്താണ്? താങ്കളുടെ പ്രവർത്തനങ്ങൾ താങ്കൾ ശുദ്ധീകരിക്കുക. ഇത് മുജാഹിദ്, അതേപോലെ തന്നെ ഇബ്നു സൈദ്, അബൂ റസീൻ പോലുള്ള സലഫുകളുടെ തഫ്സീറാകുന്നു. അപ്പോൾ ഷെയ്ഖ് ഉദ്ധരിച്ച ഈ തഫ്സീർ എന്താ ഷെയ്ഖ് പറഞ്ഞത്? ഐ തഹിർ അഅമാലക അനി ശിർക്ക്, ഷിർക്കിൽ നിന്ന് താങ്കളുടെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കുക. ഇത് സലഫുകളുടെ ഒരു അഭിപ്രായമാകുന്നു ഇത്. കാരണം പലപ്പോഴും അറബികൾ വസ്ത്രം എന്ന സൗബ് എന്ന പദം ഉദ്ധരിച്ചുകൊണ്ട് അമലിനെ ഉദ്ദേശിക്കാറുണ്ട്, അമൽ പ്രവർത്തനത്തെ അർത്ഥം വെക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ശരിക്കും ആ ഖുർത്തുബി തഫ്സീറുകൾ വായിച്ചു നോക്കിയാൽ ഈ 8ഓളം അഭിപ്രായങ്ങളും അതിനുള്ള തെളിവുകളും എല്ലാം കാണാൻ സാധിക്കും. വറുജിസ ഫഹ്ജുർ, അതിന് ശേഷമുള്ള ആയത്താണല്ലോ വറുജിസ ഫഹ്ജുർ. ഈ റുജിസ് എന്താണ് എന്നതിലും എന്തുണ്ട്? പല അഭിപ്രായങ്ങളുമുണ്ട്. വിഗ്രഹങ്ങളാണെന്നൊരു അഭിപ്രായം, അതേപോലെ തിന്മകൾ, താങ്കൾ തിന്മകളെ വർജിക്കുക, ഉപേക്ഷിക്കുക. എന്നാൽ ഷിർക്ക് ഉപേക്ഷിക്കുക, വിഗ്രഹങ്ങളാകുന്നു റുജിസ് കൊണ്ട് ഉദ്ദേശം. ഇവിടെ ഈ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇമാം ഹഫ്സ്, അബൂ ജഅഫർ, യാഖൂബ് ഈ 3 ഖാരികളാണ് വറുജിസ എന്ന് ഓതിയിട്ടുള്ളത്. ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം വറുജിസ. മറ്റുള്ള ഇമാമിങ്ങളുടെ ബഹുഭൂരിഭാഗം ഖുറാഉകളുടെയും ഖിറാഅത്ത് എന്താകുന്നു? വറുജിസ ഫഹ്ജുർ. ഇമാം സജ്ജാജ് പറയുന്നു ഇരു പദങ്ങളുടെയും ഖിറാഅത്തുകളുടെയും അർത്ഥം ഒന്നാകുന്നു. അങ്ങനെയാണ് നമ്മൾ പല തഫ്സീറുകളും പറഞ്ഞത്. ഒന്ന് വിഗ്രഹങ്ങളാകുന്നു, തിന്മകളാകുന്നു എന്നൊക്കെ പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ പറയുന്നു വഅലാ കുല്ലിൻ ഫലാ യൽസമു തലബ്ബുസുഹു ബിശൈഇൻ മിൻ ദാലിക്. ഏതഭിപ്രായത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹ്യായിട്ടൊരു വിലക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിലക്കപ്പെട്ട കാര്യം ചെയ്തു എന്ന അർത്ഥം അതിലില്ല. അതൊരു ഉപദേശമാണ്. മാത്രമല്ല ആ ഉപദേശം ഉമ്മത്തിങ്ങൾക്ക്, നബിയുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ബാധകമാണ്. മനസ്സിലായില്ലേ? അതായത് ഈ ആയത്ത് ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അത് തെളിവല്ല. അതുകൊണ്ടാണ് ഇബ്നു കസീർ സൂക്ഷ്മത പാലിച്ചത്. അതേപോലെ തന്നെ വസിയാബക ഫതഹിർ, എല്ലാ വിധത്തിലുള്ള ശുദ്ധീകരണവും ഉൾപ്പെടും എന്നാണ് ഇബ്നു കസീർ പോലുള്ള പണ്ഡിതന്മാരൊക്കെ തർജീഹ് നടത്തിയത്. ഇബ്നു കസീർ പറയുന്നു വഖദ് തശ്മലുൽ ആയതു ജമീഅ ദാലിക മഅ തഹാറത്തുൽ ഖൽബ്. അതായത് ബാഹ്യമായ ശുദ്ധീകരണവും ആന്തരികമായ ശുദ്ധീകരണവും എല്ലാം ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം. മനസ്സിലായില്ലേ? വലാ തംനൂൻ തസ്തക്ഫിർ, ഇതിൽ പണ്ഡിതന്മാർ പല തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി 11ഓളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം അതെ റബ്ബക ഫകബ്ബിർ ഐ അഅ്സിംഹു ബിത്തൗഹീദ്, വിശദീകരിച്ചു. അതായത് തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. വലാ തംനൂൻ തസ്തക്ഫിർ, ഇതിൽ തഫ്സീർ പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 11ഓളം അഭിപ്രായങ്ങൾ ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണത്? ലാ തുഅ്തിൽ അതിയ്യത തൽതമിസ് അക്സറ മിൻഹ, അതായത് കൂടുതൽ കിട്ടുവാൻ വേണ്ടി താങ്കൾ ഔദാര്യം കാണിക്കരുത്. ശരിക്ക് നമ്മളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സത്യമാണ്. പലരും യഥാർത്ഥത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ കൂടുതൽ മുഴുകിയവരാണല്ലോ ധാരാളം ജനങ്ങൾ.
പലപ്പോഴും പലരും ധർമ്മം കൊടുക്കുന്നത്, സഹായിക്കുന്നത് കൂടുതൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടെ എന്തായി മാറി? ആ സഹായത്തിൻ്റെ, ആ ധർമ്മത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെക്കുറിച്ച് സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അവർ ധർമ്മം ചെയ്യുന്നവരാണ്, പക്ഷേ യാതൊരു ജനങ്ങളിൽ നിന്ന് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്ർ, അതായത് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടാന്ന്. അള്ളാഹുവിൻ്റെ വജ് ഏതുവരെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എനിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ദുആ ചെയ്താൽ മതി, സൂക്ഷിക്കണം. ദുആ ചെയ്താൽ മതി എന്ന ആ നിർദ്ദേശം തന്നെ അതും എന്താണ്? ഒരു വിധത്തിൽ ജസാ ആണ്, പ്രതിഫലം വാങ്ങലാണ്. അപ്പം അവിടെ എന്താണ്? യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിടെ യാതൊരു നന്ദിയും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ധർമ്മം ചെയ്യുക, സഹായിക്കുക. യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഷെയ്ഖ് പറയുന്നു, ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്ഫിർ, ഈ ആയത്തിന് ശേഷം പറയുന്നുണ്ട് അഖദ അലാ ഹാദാ 10 സിനീൻ യദ്ഉ ഇല തൗഹീദ്. 10 വർഷക്കാലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷക്കാലം ദഅവത്ത് നടത്തി മക്കയിൽ. وبعد العشر عرج به إلى السماء. 10 വർഷക്കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് എന്താണ് ഉരിജ എന്ന അർത്ഥം ഉയർത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഭാഷാർത്ഥം എന്താണ്? ഉയർത്തപ്പെട്ടു. ഉരിജ ബിഹി ഇലസ്സമ. അതിനാണ് ലൈലത്തുൽ ഇസ്രാ വൽ മിഅ്റാജ് എന്ന പേരിൽ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുള്ളത്. വഫുരിദത് അലൈഹി സ്വലവാത്തുൽ ഖംസ്, അങ്ങനെ 5 നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമാക്കപ്പെട്ടു. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഇസ്രാ മിഅ്റാജ് രാത്രി എന്നാണ് സംഭവിച്ചത്, ഏത് വർഷമാണ്? പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ 10ൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ അത്രയും ദീർഘമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ നാട്ടിലൊക്കെ പലപ്പോഴും ബിദ്അത്ത് ആയ നോമ്പ് നോൽക്കാനും അതേപോലെ തന്നെ ആഘോഷിക്കുവാനും വേണ്ടിയിട്ട് റജബ് 27-നാണ് ആ രാത്രി ഉണ്ടായത് എന്ന് ഗണ്ഡിതമായി പലപ്പോഴും സൂഫിയാക്കൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അതിനൊന്നും യാതൊരു തെളിവും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് വലിയ വലിയ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇസ്രാ മിഅ്റാജ് ആ ലൈലത്ത്, ആ രാവ് ഈ വർഷമാണ്, ഈ മാസമാണ്, ഈ ദിവസമാണെന്ന് ഗണ്ഡിതമായി നമുക്ക് പറയാനുള്ള യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഈ 10ൽ അധികം അഭിപ്രായങ്ങൾ വരാനുള്ള കാരണവും അതാണ്. പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായം മാത്രമാണ് ഷെയ്ഖ് ഉദ്ധരിച്ചത്. ഷെയ്ഖിൻ്റെ ഈ ഇബാറത്ത് പ്രകാരം എപ്പോഴാണ് മിഅ്റാജ് രാത്രി ഉണ്ടായത്? ഹിജ്റക്ക് മുമ്പ് എത്ര വർഷം മുമ്പ്? 3 വർഷം മുമ്പ്. ഹിജ്റക്ക് 3 വർഷം മുമ്പാണ് നടന്നത്. ഇത് ഒരു അഭിപ്രായമാണ്. ഇമാം ഇബ്നുൽ അസീർ ഉദ്ധരിച്ച ഒരു അഭിപ്രായമാണ്. ഇബ്നു ഹജർ അത് ഫത്ഹുൽ ബാരിയിൽ പറയുകയും ചെയ്തു. ശരിയല്ലേ? അതായത് ഹിജ്റക്ക് മുമ്പ് 5 വർഷം മുമ്പാണ് സംഭവിച്ചത്, 1 വർഷം മുമ്പാണ് സംഭവിച്ചത്. എന്നാൽ ദുർബലമായ വേറൊരു അഭിപ്രായത്തിൽ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പാണ് മിഅ്റാജ് സംഭവിച്ചത്, അതുവരെ പറയപ്പെട്ടിട്ടുണ്ട്. അത് ദുർബലമാണെന്ന് ഖൗലുൻ ഷാദ്, അത് ദുർബലമായ ഒറ്റപ്പെട്ട അഭിപ്രായമാണെന്ന് ഇബ്നു ഹജർ ധരിച്ചിട്ടുണ്ട് ഫത്ഹുൽ ബാരിയിൽ. പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ ഏത് മാസത്തിലാണ്? ഇമാം നവവി പോലെയുള്ള ഇമാമിയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത വീക്ഷണപ്രകാരം റബീഉൽ അവ്വലിനാണ് എന്ത് സംഭവിച്ചത്? മിഅ്റാജ് രാത്രി സംഭവിച്ചത്. അങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ അതിലുമുണ്ട്. അതിലൊരു അഭിപ്രായമാണ് എന്ത്? റജബ് എന്ന്. ഏതായാലും ഇത് ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിച്ചു എന്നല്ലാതെ കൃത്യമായി ഒരു സഹീഹായ അസറോ സഹീഹായ ഹദീസോ ഈ വിഷയത്തിൽ
ഖണ്ഡിതമായി നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, 5 നമസ്കാരങ്ങൾ ഷെയ്ഖ് പറഞ്ഞല്ലോ, 5 നമസ്കാരങ്ങൾ ഇസ്രാ മിഅ്റാജ് രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയതെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമസ്കരിച്ചിട്ടില്ലേ? പല പണ്ഡിതന്മാരും പറഞ്ഞു 5 നമസ്കാരങ്ങൾ ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? പകല് 2 റക്അത്ത്, വൈകുന്നേരം 2 റക്അത്ത്. ഇതായിരുന്നു അത്ര ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമസ്കാരത്തിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. അതായത് സലാത്തുൻ ബിൽ ഗദാത്തി, സലാത്തുൻ ബിൽ അശി, അതായത് ഫജ്ർ നമസ്കാരം, അസ്ർ നമസ്കാരം. അതെങ്ങനെയായിരുന്നു? 2 ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബുഖാരിയുള്ള ഒരു അസറാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിന് ശേഷമാണ് 4 നമസ്കാരം എന്ന രൂപം ഉണ്ടായത്. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത്, നമസ്കാരം ഉണ്ടായിരുന്നു, 5 നമസ്കാരങ്ങൾക്ക് മുമ്പ് നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ 5 വക്ത് നമസ്കാരം ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന രൂപം ഏതിന് ശേഷമായിരുന്നു? ഇസ്രാ മിഅ്റാജിന് ശേഷമായിരുന്നു. മാത്രമല്ല ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അതായത് 5 നമസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നബിക്കും സഹാബത്തുകൾക്കൊക്കെ നിർബന്ധമായിരുന്നു അത്രേ രാത്രി നമസ്കാരം, ഖിയാമുൽ ലൈൽ, യാ അയ്യുഹൽ മുസമ്മിൽ, എന്താണ്, ഖുമിൽ ലൈല ഇല്ലാ ഖലീല. ഇതാണ് അത്ര ഇതിനുള്ള തെളിവ്. രാത്രി താങ്കൾ നിന്ന് നമസ്കരിക്കുക. അപ്പം തഹജ്ജുദ് നമസ്കാരം ആദ്യം എന്തായിരുന്നു? നിർബന്ധമായിരുന്നു, പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം ഇളവ് നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ നബിയും സഹാബത്തുകളും ഒരു ഹൗല്, ഒരു വർഷക്കാലം നിന്ന് നമസ്കരിച്ചു. അങ്ങനെ സഹാബത്തുകളുടെയും നബിയുടെയൊക്കെ കാല് എന്താ പറയുക, വിള്ളൽ വന്നു, ദീർഘമായി നമസ്കരിച്ചിട്ട്. കാരണം ഖുമിൽ ലൈല ഇല്ലാ ഖലീൽ എന്ന് പറയുമ്പോൾ എന്താണ്, രാത്രി കുറച്ചു സമയം ഒഴികെ അതിൻ്റെ മിക്ക സമയവും താങ്കൾ നിന്ന് നമസ്കരിക്കുക എന്ന അർത്ഥമാണല്ലോ. അങ്ങനെ സഹാബത്തുകളും നബിയും ഒരു വർഷക്കാലം നമസ്കരിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയതാണ് ഫഖറഊ മാ തയസ്സറ മിൻഹു, സൂറത്ത് മുസമ്മിൻ്റെ അവസാനത്തെ ആയത്ത്. എന്താണ്? തഖ്ഫീഫാണത്. അങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമായ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കുക എന്ന അർത്ഥത്തിലുള്ള ആ ആയത്ത് അവതരിക്കുന്നതിന് ശേഷമാണ് പറഞ്ഞു വരുന്നത്. ഇതെല്ലാമായിരുന്നു നമസ്കാരത്തിൻ്റെ രൂപം. 5 വക്ത് നമസ്കാരത്തിന് മുമ്പുള്ള രൂപമായിരുന്നു പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബ്. ഇതാണ് ഈ രാവിലെയും പകലും വൈകുന്നേരം നമസ്കരിക്കുന്ന എന്ന ആ അഭിപ്രായത്തിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്. ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ് എന്താണ്? സുബഹി നമസ്കാരം. വഖബ്ല ഖുറൂബ്, സൂര്യാസ്തമയത്തിന് മുമ്പ് അസ്ർ നമസ്കാരം. പക്ഷെ എങ്ങനെയായിരുന്നു? ഫജ്ർ 2, അസ്ർ 2. അതിനുശേഷമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5 നമസ്കാരങ്ങളുടെ രൂപം പിന്നീട് പഠിപ്പിക്കുകയും അത് ഹദീസുകളിൽ സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വബഅദ വസല്ല ഫീ മക്കത 3 സിനീൻ, അതായത് മക്കയിൽ 5 നമസ്കാരങ്ങൾ ഫർളാക്കപ്പെട്ടതിന് ശേഷം എത്ര വർഷം നമസ്കരിച്ചു? 3 വർഷം. ഇത് ഏത് അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എപ്പോഴാണെന്ന് പണ്ഡിതന്മാർക്ക് എത്ര 10ൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവയിൽ ഒരു അഭിപ്രായമാകുന്നു എന്താണ്? 3 വർഷം മുമ്പാണെന്ന്, അത് ഹിജ്റക്ക് മുമ്പ് 3 വർഷം മുമ്പാണെന്നൊരു അഭിപ്രായം. അപ്പോൾ ആ അഭിപ്രായത്തെ കണക്കിലാക്കിക്കൊണ്ടാണ് ഷെയ്ഖ് പറയുന്നത് 3 വർഷം ഹിജ്റ പോകുന്നതിന് 3 വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നമസ്കാരങ്ങൾ നമസ്കരിച്ചു. എവിടെ വെച്ച്? മക്കയിൽ വെച്ച്. അതിനുശേഷം പിന്നീട് ഹിജ്റ പോയി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ ചെയ്യാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു. ശർഈയായ അർത്ഥമാകുന്നു. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് ശരിക്കും ഭാഷാർത്ഥം. പക്ഷേ ഇസ്ലാമിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ അർത്ഥം
അൽ-ഇന്തിഖാലു മിൻ ബലദിൽ കുഫ്രി ഇലാ ബലദിൽ ഇസ്ലാം, കുഫ്രിൻ്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിൻ്റെ നാട്ടിലേക്ക് പലായനം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നാം പൂർത്തീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് നമുക്കെല്ലാവർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അത് പ്രകാരം അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലിം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.